സന്ദീപ് വാര്യർ MLA ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. സുഹൃത്തായ ഒരാൾ സഭയിലേക്ക് വന്നതിൽ ചെറുതല്ലാത്ത സന്തോഷം. സന്ദീപ്, ഇന്നലെ കേരളയിൽ റദ്ദാക്കി ആ സ്ഥലം ഒന്നും ചെയ്യാനാവാത്തവർ അതിൽ സന്തോഷം രേഖപ്പെടുത്തി. സതീഷിന് അവർക്ക് രക്ഷകനായി. പക്ഷേ നമുക്ക് അതിവേഗ പാതകൾ വേണം, നമുക്ക് മെഗാ പ്രൊജക്റ്റുകൾ വേണം. പ്രതിപക്ഷത്തിൽ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതേപോലെ പ്രവർത്തിക്കാനാവില്ല. പ്രത്യേകിച്ച് 10 വർഷക്കാലത്തിൻ്റെ എതിർപ്പുകളുടെ ബാഗേജൊക്കെ എങ്ങനെ മറികടക്കാനാണ് ടീം UDFന്റെ പ്ലാൻ, ആ വൈതരണി മറികടക്കൽ? സന്ദീപ്, അഷ്മി, ആദ്യമേ ഈ അഭിനന്ദനങ്ങൾക്ക്, അത് നല്ല വാക്കുകൾക്ക് നന്ദി. അഷ്മി തീർച്ചയായിട്ടും ഒരു നല്ല സുഹൃത്ത് തന്നെയാണ്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിൽ എന്നെക്കുറിച്ചൊരു ഒരു വലിയ കള്ളക്കഥ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അത് കള്ളക്കഥയാണെന്ന് തെളിയിച്ചു കൊടുക്കാൻ കൂടി വേണ്ടി അന്ന് രാത്രിയിലെ ചർച്ചയിൽ എന്നെ മീഡിയയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന ഹാഷ്മിയോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. അത് ഒരു സത്യം പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ ദൗത്യം കൂടിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കേവലം ഒരു സുഹൃത്ത് എന്ന നിലയ്ക്കല്ല, മറിച്ച് അതിൻ്റെ സത്യം പുറത്തു വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അന്ന് രാത്രി എന്നെ ചർച്ചയ്ക്ക് വിളിച്ചത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. എന്തായാലും അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് കിടക്കുമ്പോൾ ഈ കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യമാണ് അങ്ങ് ഉന്നയിച്ചത്. തീർച്ചയായിട്ടും കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് UDFന് ഒരു കാഴ്ചപ്പാടുണ്ട്. UDF സർക്കാരുകൾ അധികാരത്തിലുണ്ടായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടുണ്ട്. കേരളത്തിൽ പ്രധാനപ്പെട്ട റോഡുകൾ, പ്രധാനപ്പെട്ട മെട്രോ പ്രൊജക്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ, കേരളത്തിലെ എയർപോർട്ടുകൾ, ഉദാഹരണത്തിന് നെടുമ്പാശ്ശേരി എയർപോർട്ടും അതുപോലെ തന്നെ കാലിക്കറ്റ് എയർപോർട്ടും അടക്കമുള്ള പ്രധാനപ്പെട്ട മേജർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് മുഴുവൻ UDF സർക്കാരുകൾ അധികാരത്തിൽ നിന്നപ്പോഴാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് UDFന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണുള്ളത്. അതിനുവേണ്ടി പലപ്പോഴും ഒരുപക്ഷെ ഒരു ജനങ്ങളെ പ്ലീസ് ചെയ്യിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാതെ ഒരുപക്ഷെ വളരെ ടഫായിട്ടുള്ള ഡിസിഷൻസ് പലപ്പോഴും ഭരണാധികാരികൾക്ക് എടുക്കേണ്ടി വരാറുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് UDF സർക്കാരുകൾ പലപ്പോഴും അത്തരം ടഫ് ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. ഇവിടെ കേരളയിലുമായി ബന്ധപ്പെട്ട് നേരത്തെ നമുക്കറിയാം, കേരളത്തിലെ വലിയ തോതിൽ ബഹുജന പ്രക്ഷോഭം അരങ്ങേറിയിട്ടുള്ള ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും അപ്രായോഗികമായിട്ടുള്ള, കേരളത്തെ വല്ലാത്ത കടക്കണിയിലേക്ക് കൊണ്ടുവന്ന് തള്ളുമായിരുന്ന 10,000-കണക്കിന് ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് അവരെ കണ്ണീരിലാഴ്ത്തുമായിരുന്ന ഒരു പ്രൊജക്റ്റ് അത് വേണ്ട എന്ന നിശ്ചയദാർഢ്യത്തോടെ അന്ന് കോൺഗ്രസും UDFും എടുത്തൊരു തീരുമാനമാണ്. അതിനെതിരായിട്ടുള്ള സമരപ്രക്ഷോഭത്തിന് മുൻപന്തിയിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് പ്രയാസം അനുഭവിച്ച ഒരുപാട് ആളുകൾ ആ പദ്ധതി ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ടിട്ടും എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് അവരുടെ ഭൂമി മറ്റൊരു സ്ഥലത്ത് പ്ലഡ്ജ് ചെയ്യാൻ പോലും സാധിക്കാതെ, അതല്ലെങ്കിൽ ഒരു കുട്ടിയുടെ വിവാഹമുണ്ടെങ്കിലോ ഒരു ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിലോ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടോ പോലും ഭൂമി വിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോയിരുന്ന ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. അവരുടെ മുഴുവൻ കണ്ണീരൊപ്പുന്ന ഒരു തീരുമാനമാണ് UDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അതേ സമയത്ത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ നല്ല അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകേണ്ടതുണ്ട്. അതിവേഗ പാതകൾ അടക്കമുള്ളവ കേരളത്തിന് ആവശ്യമുണ്ട്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഒരിക്കലും LDF സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള സിൽവർ ലൈൻ അല്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം കേരളത്തിൻ്റെ ധനകാര്യ സ്ഥിതിക്ക് അനുസരിച്ച് അപ്രായോഗികമായിട്ടുള്ള, ഒരുപക്ഷെ ഇന്നത്തെ ലോകം ഒരുപക്ഷെ 40-50 വർഷക്കാലം മുമ്പ് തള്ളിക്കളഞ്ഞിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അതിവേഗ റെയിൽപാത അല്ലെങ്കിൽ സിൽവർ ലൈൻ പ്രൊജക്റ്റ് അല്ല കേരളത്തിന് വേണ്ടത്. മറിച്ച് കൂടുതൽ ആധുനികമായിട്ടുള്ള, എന്നാൽ ജനങ്ങൾക്ക് മേൽ കുറഞ്ഞ ഭാരം വരുന്ന, നമ്മുടെ ഖജനാവിന് കൂടി സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ് കേരളത്തിൽ ആവശ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഒരുപാട് നല്ല സജഷൻസ് ഉണ്ട്. അതിനെല്ലാം ഒരു ബദൽ കേരളത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് UDFൻ്റെ ദൗത്യം. ഇപ്പോൾ കേരളത്തിലെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ തീരദേശത്ത് കൂടിയുള്ള ഗതാഗതത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ കോസ്റ്റൽ ഷിപ്പിങ്ങിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണല്ലേ. ഇപ്പോൾ കോസ്റ്റൽ ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത് കേരളത്തിൽ തീർച്ചയായിട്ടും വലിയ വിപ്ലവം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുപോലെയുള്ള നവീനമായിട്ടുള്ള ആശയങ്ങൾ, ഒരുപക്ഷെ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായിട്ട് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ഇതിൽ ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള ആശയങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിൽ നമുക്ക് നടപ്പാക്കാൻ സാധിക്കും. കേരളത്തിന് ഇനിയുള്ള കാലത്ത് കേരളത്തിന് ആവശ്യവും അതാണ്. കാരണം നോക്കൂ, ഇപ്പം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ നിലവിലെ റെയിൽവേ ട്രാക്കുകളുടെ വല്ലാത്തൊരു കൺജഷനുണ്ട്. അത് കാരണം തന്നെ കേരളത്തിൽ അനുവദിക്കപ്പെടുന്ന ട്രെയിനുകൾ പോലും ഓടിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. അതൊക്കെ സ്ഥലം ഏറ്റെടുപ്പൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ് കേരളത്തിൽ. അപ്പോൾ നമുക്ക് അതെല്ലാം പരിഗണിച്ചുകൊണ്ട്, കേരളത്തിലെ സാമൂഹിക സാഹചര്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട്, എന്നാൽ കേരളത്തിൻ്റെ വികസനത്തിനെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആവശ്യമുണ്ട്. ഷോർട്ട് ടേം പ്രൊജക്ട്സ് അല്ല, നമ്മുടെ ഷോർട്ട് ടേം ഗോൾസ് അല്ല, ലോങ് ടേം ഗോൾസാണ് കേരളത്തിന് ആവശ്യമുള്ളത്. അതിനനുസരിച്ചുള്ള പോളിസി ഡിസിഷൻസ് ഉണ്ടാവും. ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്ന പോളിസി പാരാലിസിസ് ആയിരുന്നു, നയവൈകല്യമായിരുന്നെങ്കിൽ കൃത്യമായ നയരൂപീകരണത്തോടെ ഈ സർക്കാർ മുന്നോട്ട് പോകും. അതിനനുസരിച്ചിട്ടുള്ള ചർച്ചകളും അതിനനുസരിച്ചിട്ടുള്ള ചിന്തകളും രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.